സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം കൂടിയായിരുന്നു LDFന്റെ കനത്ത തോൽവിയുടെ ഒരു കാരണം. ജനവികാരം ന്യൂനപക്ഷ പ്രകടനം നടത്തി മറികടക്കാമെന്ന CPIM കണക്കുകൂട്ടലുകൾക്ക് തിരിച്ചടിയേറ്റു. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ പോലും UDF മുന്നേറ്റത്തെ ചെറുക്കാൻ CPIMന് കഴിഞ്ഞില്ല. മാസപ്പടി, പ്രകാശ് ജാവദേക്കർ, EP ജയരാജൻ ഡീൽ, കരിവന്നൂർ, ED കേസുകൾ, സാമ്പത്തിക പ്രതിസന്ധി. വിവാദ ചുഴിയിൽ നിന്ന് തെരഞ്ഞെടുപ്പിനിറങ്ങിയപ്പോഴും മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം സർക്കാരിന്റെ വിലയിരുത്തലാകില്ലെന്ന് LDF പ്രചരണത്തിന്റെ അജണ്ട സെറ്റ് ചെയ്ത് പിണറായി വിജയൻ കാസർഗോഡ് മുതൽ പാറശാല വരെ പൗരത്വ വിഷയം സജീവമാക്കി. പക്ഷേ ന്യൂനപക്ഷങ്ങളും LDFനെ കൈയൊഴിയുന്നതിന് തെളിവായിരുന്നു മലബാറിലെ നാണംകെട്ട തോൽവി. എക്കാലത്തും CPMനൊപ്പം നിന്ന കേഡർ വോട്ടുകളും പാർട്ടിയെ കൈവിട്ടു. ആറ്റിങ്ങലിൽ V മുരളീധരൻ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഇടിച്ചുകയറി 3 ലക്ഷത്തിലധികം വോട്ട് പിടിച്ചു. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടവും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തളിപ്പറമ്പും KK ശൈലജയുടെ മട്ടന്നൂരും പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ K സുധാകരനും തരംഗമായി. ആലപ്പുഴയിൽ ശോഭയും മിന്നി. എക്കാലത്തും CPMനൊപ്പം നിന്ന കായംകുളം മണ്ഡലത്തിൽ AM ആരിഫ് മൂന്നാമതായി. അടിയുറച്ച CPM കേഡർ വോട്ടുകൾ പോലും UDFന് അനുകൂലമായതോടെ ഭൂരിപക്ഷങ്ങൾ പഴങ്കഥകളായി. UDFന്റെ ഐക്യത്തിന്റെയും അതിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യത്തിന്റെയും എല്ലാം വിജയമാണ്. മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം മറന്ന് ഒരു ടീമായി ഒറ്റക്കെട്ടായി നിന്ന് നേടിയ വിജയമാണ്. അത് ഞാൻ UDF നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമായി സമർപ്പിക്കുകയാണ്. 2019 ശബരിമല ഉയർത്തിയ വൈകാരിക കാറ്റിൽ കടപുഴകിയെന്ന് ന്യായം പറഞ്ഞിരുന്ന CPMന് 2024 രാഷ്ട്രീയ പോരാട്ടത്തിൽ കാലിടറിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. അതിന് നേതൃത്വം നൽകിയ ആളെന്ന നിലയിൽ ചൂണ്ടുവിരലുകൾ ഉയരുക മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം.